സിലബസിന്റെ ലാസ്റ്റത്തെ സെക്ഷൻ ആണ്. ഓക്കെ ഓക്കെ എന്താണെന്ന് നോക്കാം. കീമോതെറാപ്പി is the treatment of disease by the use of chemical substances, especially the treatment of cancer by cytotoxic and other drugs. അതായത് കീമോതെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കീമോതെറാപ്പി is the treatment of disease by the use of chemical substances. അതായത് ട്രീറ്റ്മെന്റിന്, അതായത് ഡിസീസിനെ, അസുഖങ്ങളെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചികിത്സിക്കാൻ വേണ്ടിയിട്ട് രാസവസ്തുക്കൾ, കെമിക്കൽ സബ്സ്റ്റൻസസ് ഉപയോഗിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കെമിക്കൽ സബ്സ്റ്റൻസസ് യൂസ് ചെയ്തുകൊണ്ട് ഡിസീസിനെ ട്രീറ്റ് ചെയ്യുന്നതിനെയാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. അതായത് പ്രധാനമായിട്ട് എസ്പെഷ്യലി ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ ബൈ സൈറ്റോടോക്സിക് ആൻഡ് അതർ ഡ്രഗ്സ്. ഇത് കീമോതെറാപ്പി എന്നുള്ള വേർഡ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ക്യാൻസർ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, അതായത് ക്യാൻസർ ട്രീറ്റ്മെന്റ് സൈറ്റോടോക്സിക് ആയിട്ടും അതുപോലെ തന്നെ അതർ ഡ്രഗ്സ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? ഒന്നുകൂടി പറയാം. കീമോതെറാപ്പി ഈസ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് ബൈ ദ യൂസ് ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസസ്, എസ്പെഷ്യലി ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ ബൈ സൈറ്റോടോക്സിക് ആൻഡ് അതർ ഡ്രഗ്സ്. അതായത് കീമോതെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസീസ് ട്രീറ്റ്മെന്റിന് കെമിക്കൽ സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുന്നതിനെയാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, രോഗങ്ങളുടെ ചികിത്സയ്ക്ക് രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെയാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ക്യാൻസർ ട്രീറ്റ്മെന്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് ക്യാൻസർ ട്രീറ്റ്മെന്റിൽ സൈറ്റോടോക്സിക്കും അതുപോലെ തന്നെ അതർ ഡ്രഗ്സ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് സബ് ഹെഡിങ് കൊടുക്കുക ക്യാൻസർ. ഇനി ക്യാൻസറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ക്യാൻസറിന് ഹെഡിങ് കൊടുക്കുക. Okay, in that definition, a disease caused by an uncontrolled division of abnormal cells in a part of the body. അതായത് ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിലെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള, അതായത് അബ്നോർമൽ സെൽസിന്റെ മീൻസ് അബ്നോർമൽ ആയിട്ടുള്ള കോശങ്ങളുടെ അൺകൺട്രോൾഡ് ആയിട്ട് മീൻസ് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡിവിഷൻ ആണ്, കോശ വിഭജനത്തെയാണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത്. Okay, a disease caused by an uncontrolled division of an abnormal cells in a part of the body. അതായത് ശരീരത്തിലെ അബ്നോർമൽ ആയിട്ടുള്ള കോശങ്ങളുടെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡിവിഷനെയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ശരീരത്തിലെ അബ്നോർമൽ ആയിട്ടുള്ള കോശങ്ങളുടെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഭജനത്തെയാണ്, മീൻസ് കോശ വിഭജനത്തെയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. Is it clear? ഓക്കെ, നെക്സ്റ്റ് കോസസ്. അടുത്ത സബ് ഹെഡിങ് എടുക്കുക കോസസ്, കാരണങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ജനറ്റിക് ഫാക്ടേഴ്സ്, മീൻസ് ജനിതകപരമായിട്ടുള്ള ഘടകങ്ങൾ ഒരു റീസൺ ആണ്, ജനറ്റിക് ഫാക്ടേഴ്സ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ എൻവയോൺമെന്റൽ ആൻഡ് ഒക്യുപ്പേഷണൽ ഹസാർഡ്സ്. എൻവയോൺമെന്റൽ ആൻഡ് ഒക്യുപ്പേഷണൽ ഹസാർഡ്സ്. ഹസാർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ. ഓക്കെ, അതായത് എൻവയോൺമെന്റൽ ആൻഡ് ഒക്യുപ്പേഷണൽ ഹസാർഡ്സ് എന്ന എക്സാമ്പിൾസ് എന്താ പറയാ, എൻവയോൺമെന്റൽ ആയിട്ട് വരുന്നതാണെങ്കിൽ UV റേസ് ഒക്കെ, അതായത് സൺലൈറ്റിൽ നിന്ന് വരുന്ന UV റേസ് എല്ലാം, അൾട്രാ വയലറ്റ് റേസ് എല്ലാം ഒരു കാരണമാകാം. അതൊക്കെയാണ് എൻവയോൺമെന്റൽ എന്ന് പറഞ്ഞാല്. ഓക്കെ, ദെൻ ഒക്യുപ്പേഷണൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഓരോ ഫീൽഡിലും റേഡിയേഷൻസും കെമിക്കൽസ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് റിലേറ്റഡ് ടു ജോബ്. ഓക്കെ, അതായത് ജോബ് സൈഡിൽ റേഡിയേഷൻ വഴി അല്ലെങ്കിൽ കെമിക്കൽസ് വഴിയൊക്കെ ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് എൻവയോൺമെന്റൽ ആൻഡ് ഒക്യുപ്പേഷണൽ ഹസാർഡ്സ്. എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള, അതായത് UV റേസ് അല്ല. ഓക്കെ, ദെൻ ഒക്യുപ്പേഷണൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിക്കൽസ് ഉണ്ടാകാം, അതുപോലെ തന്നെ റേഡിയേഷൻസ് അല്ല. അതാണ് വേറൊരു റീസൺ. നെക്സ്റ്റ് വൺ യൂസ് ഓഫ് ഡ്രഗ്സ് ലൈക്ക് ഇമ്മ്യൂണോസപ്രസന്റ്. ചില ഡ്രഗ്സ് കഴിക്കുന്നത് വഴി, അതായത് എക്സാമ്പിൾ ഇമ്മ്യൂണോസപ്രസന്റ് പോലുള്ള ഡ്രഗ്സ് കഴിക്കുന്നത് വഴിയും വരാം. യൂസ് ഓഫ് ഡ്രഗ്സ് ലൈക്ക് ഇമ്മ്യൂണോസപ്രസന്റ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഡയറ്റ് ആൻഡ് ഹാബിറ്റ്സ്. അതായത് ഭക്ഷണത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ. ഓക്കെ, അതായത് എന്താ പറയുക, ഫാറ്റ് കൂടുതലടങ്ങിയ ഫുഡ് കഴിക്കുന്നതൊക്കെ ഒരു റീസൺ ആകാം, ഡയറ്റ്. ഓക്കെ, ദെൻ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്മോക്കിംഗ്, ആൽക്കഹോളിസം, അതൊക്കെ ഒരു റീസൺ ആകാം, ഡയറ്റ് ആൻഡ് ഹാബിറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ വൈറസസ്. ചില വൈറസസും കാരണമാകാം, അതായത് ഹെപ്പറ്റൈറ്റിസ് B വൈറസ് ഒക്കെ ഒരു ചാൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ,
ഒന്നും കൂടി പറയാം. കോസസ് ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ജനറ്റിക് ഫാക്ടേഴ്സ് മീൻസ് ജനിതകപരമായിട്ടുള്ള ഘടകങ്ങൾ. ദെൻ സെക്കൻഡ് വൺ എൻവയോൺമെന്റൽ ആൻഡ് ഒക്യുപ്പേഷണൽ ഹസാർഡ്സ് മീൻസ് പരിസ്ഥിതിയും അതുപോലെ തന്നെ ജോബ്സ് പ്ലേസുമായിട്ട് ബന്ധപ്പെട്ട ഹസാർഡ്സ് മീൻസ് അപകടങ്ങൾ മീൻസ് കെമിക്കൽസ് റേഡിയേഷൻസ് എക്സെട്ര. ദെൻ നെക്സ്റ്റ് പോയിന്റ് യൂസ് ഓഫ് ഡ്രഗ്സ് ലൈക്ക് ഇമ്മ്യൂണോസപ്രസന്റ് അതായത് ഡ്രഗ്സിന്റെ യൂസ് വഴിയും അതായത് ഇമ്മ്യൂണോസപ്രസന്റ് പോലെയുള്ള ഡ്രഗ്സ് കഴിക്കുന്ന വഴിയൊക്കെ വരാം. ദെൻ ഡയറ്റ് ആൻഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഫുഡിൽ വരുന്ന ചേഞ്ചസ് ഫാറ്റ് കൂടുതൽ അല്ലെങ്കിൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിക്കുന്നത്. ദെൻ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോക്കിംഗ് ആൽക്കഹോളിസം എക്സെട്ര. നെക്സ്റ്റ് പോയിന്റ് വൈറസസ് അതായത് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് അതുപോലുള്ള ചില വൈറസസ് എല്ലാം ഒരു റീസൺ ആണ്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് സബ് ഹെഡിങ് കൊടുക്കുക ജനറൽ സൈൻസ് ആൻഡ് സിംറ്റംസ്. ജനറൽ സൈൻസ് ആൻഡ് സിംറ്റംസ്. എന്തുകൊണ്ടാണ് ജനറൽ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസർ വെറൈറ്റി ഓഫ് ക്യാൻസേഴ്സ് ഉണ്ട് മീൻസ് ഓരോ ബോഡി പാർട്സിനെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്യാൻസേഴ്സ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജനറൽ ആയിട്ടുള്ള സൈൻസ് മീൻസ് കോമൺ ആയിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോ പാർട്സിനെ അഫക്ട് ചെയ്ത രീതിയിൽ സൈൻസ് ആൻഡ് സിംറ്റംസ് വേരിയേഷൻ വരാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ബ്രസ്റ്റ് ക്യാൻസർ, ലങ് ക്യാൻസർ. ഓക്കെ, അതായത് ഓരോ ക്യാൻസറിന്റെ ഇപ്പൊ ബ്രെയിൻ ക്യാൻസർ ആണെങ്കിൽ അതിന്റെ സിംറ്റംസ് ചിലപ്പോൾ വ്യത്യാസം വരാം. ഓക്കെ, ബ്രസ്റ്റ് ക്യാൻസറിൽ നിന്നും വ്യത്യസ്തപ്പെട്ടാണ് ലങ് ക്യാൻസറിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഉള്ളത്. ഓക്കെ, ഇവിടെ പറയുന്നത് കോമൺ ആയിട്ടുള്ള ക്യാൻസറിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, ജനറൽ സൈൻസ് ആൻഡ് സിംറ്റംസ്. Okay, in that first point fatigue. First point fatigue means ക്ഷീണം ഉണ്ടാകും. Next point lump or area of thickening that can be felt under the skin. Lump or area of thickening that can be felt under the skin. അതായത് ലംബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴ. ഓക്കെ, മുഴ അല്ലെങ്കിൽ ഏരിയ ഓഫ് തിക്കനിങ് മീൻസ് കട്ടി അല്ലെങ്കിൽ ഒരു തടിപ്പ്. അത് സ്കിന്നിന്റെ അടിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും. അതൊരു ലക്ഷണമാണ്. മുഴയായിട്ട് കാണാം അല്ലെങ്കിൽ എന്താ പറയാ സ്കിന്നിന്റെ അടിയിൽ തൊലിക്കടിയിൽ ഒരു തടിപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. Then next point weight changes including unintended loss and gain. Okay, അതായത് വെയിറ്റിൽ വ്യത്യാസം വരാം. അതായത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ലോസ് അല്ലെങ്കിൽ ഗെയിന്. ഒന്നെങ്കിൽ വെയിറ്റ് കൂടാം അല്ലെങ്കിൽ വെയിറ്റ് കുറയാം. അൺഇന്റൻഡഡ് ആണ്, അതായത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ വിചാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വെയിറ്റ് ലോസ് അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാകാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് സ്കിൻ ചേഞ്ചസ് മീൻസ് സ്കിന്നിൽ തൊലിയിൽ അല്ലെങ്കിൽ ത്വക്കിൽ വ്യത്യാസം വരാം. സച്ചസ് യെല്ലോവിങ്, redness of the skin, sores that don't heal or changes to existing moles. അതായത് സ്കിൻ ചേഞ്ചസ്, സ്കിന്നിൽ എന്തൊക്കെ ചേഞ്ചസ് ആവുന്നത്, അതായത് ഒന്നെങ്കിൽ സ്കിൻ യെല്ലോ കളർ ആവുക, യെല്ലോവിങ് ആകാം മീൻസ് മഞ്ഞ കളർ ആകാം. ദെൻ റെഡ്നെസ് ഓഫ് ദി സ്കിൻ അല്ലെങ്കിൽ സ്കിന്ന് ചുമന്ന് കാണാം. ദെൻ സോർസ് ദാറ്റ് ഡോണ്ട് ഹീൽ, അതായത് സോർ എന്തെങ്കിലും മുറിവ് അല്ലെങ്കിൽ എന്തെങ്കിലും പരുക്കൾ അതൊന്നും ഉണങ്ങത്തില്ല. ദെൻ ഓർ ചേഞ്ചസ് ടു എക്സിസ്റ്റിംഗ് മോൾ, ഓൾറെഡി ഉള്ള മോൾസ് മീൻസ് മറുക് അല്ലെങ്കിൽ പുള്ളി അതിലെല്ലാം എന്താണ് ചേഞ്ചസ് വരാം, ഇതിലൊക്കെ വ്യത്യാസം വരാം. അതാണ് സ്കിൻ ചേഞ്ചസ്. സ്കിൻ ചേഞ്ചസ് സച്ചസ് യെല്ലോവിങ്, റെഡ്നെസ് ഓഫ് ദി സ്കിൻ, സോർസ് ദാറ്റ് ഡോണ്ട് ഹീൽ, ഓർ ചേഞ്ചസ് ടു എക്സിസ്റ്റിംഗ് മോൾസ്. നെക്സ്റ്റ് പോയിന്റ് ചേഞ്ചസ് ഇൻ ബവൽ ഓർ ബ്ലാഡർ ഹാബിറ്റ്സ്. അതായത് ബവൽ ഓർ ബ്ലാഡർ ഹാബിറ്റ്സിൽ വ്യത്യാസങ്ങൾ വരാം. അതായത് ഒന്നെങ്കിൽ എന്താണ് ബവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് റിലേറ്റഡ് കോൺസ്റ്റിപ്പേഷൻ, അതുപോലെ തന്നെ ഡയേറിയ അതുപോലെയുള്ള ചേഞ്ചസ് വരാം. ഓക്കെ, അതാണ് ബവലുമായിട്ട് ബന്ധപ്പെട്ട ചേഞ്ചസ്. ബ്ലാഡറുമായിട്ട് ബന്ധപ്പെട്ട ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക യൂറിനറി ഇൻകോണ്ടിനൻസ് അല്ലെങ്കിൽ പോളിയൂറിയ, ഹെമച്യൂറിയ, അതായത് എന്താ പറയാ യൂറിനേഷനിലൊക്കെ വരുന്ന വ്യതിയാനങ്ങളെല്ലാം ഈ ബ്ലാഡർ ഹാബിറ്റ്സ് ഓക്കെ അതിൽ വരാം. ഓക്കെ, ഇതെല്ലാം ചേഞ്ചസ് വരാം, അതായത് ചേഞ്ചസ് ഇൻ ബവൽ ഓർ ബ്ലാഡർ ഹാബിറ്റ്സ്. നെക്സ്റ്റ് പോയിന്റ് പെർസിസ്റ്റന്റ് കഫ് ഓർ ട്രബിൾ ബ്രീത്തിങ്. പെർസിസ്റ്റന്റ് കഫ് ഓർ ട്രബിൾ ബ്രീത്തിങ്, അതായത് നിരന്തരമായിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ചുമ. ഓക്കെ, അല്ലെങ്കിൽ ട്രബിൾ ബ്രീത്തിങ് മീൻസ് ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ബ്രീത്തിങ് ശ്വസനം ഉണ്ടാകാം. അതും ഒരു
സൈൻസ് ആൻഡ് സിംറ്റം ആണ്. നെക്സ്റ്റ് പോയിന്റ് ഡിഫിക്കൽട്ട് സ്വാലോവിങ്. ഡിഫിക്കൽട്ട് സ്വാലോവിങ് മീൻസ് വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. നെക്സ്റ്റ് പോയിന്റ് ഹൊരാസ്നസ്. നെക്സ്റ്റ് പോയിന്റ് ഹോഴ്സ്നസ്. ഹോഴ്സ്നസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ടയെടുപ്പ്. ഓക്കെ, തൊണ്ട അടയുക അല്ലെങ്കിൽ ഒരു എന്താ പറയുക പരുഷമായിട്ടുള്ള ശബ്ദം എന്താ പറയുക പ്രൊഡ്യൂസ് ചെയ്യുക. അതിനാണ് ഹൊരാസ്നസ് എന്ന് പറയുന്നത്. തൊണ്ടയടപ്പ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ എന്താ പറയാ ഒരു പരുഷമായിട്ടുള്ള ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഹൊരാസ്നസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് പെർസിസ്റ്റന്റ് അൺഎക്സ്പ്ലെയിൻഡ് മസിൽ ഓർ ജോയിന്റ് പെയിൻ. അതായത് സ്ഥിരമായിട്ടും നിരന്തരമായിട്ടും ഉള്ള അല്ലെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് മീൻസ് വിവരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള മസിൽ അല്ലെങ്കിൽ ജോയിന്റ് പെയിൻസ്. നെക്സ്റ്റ് പോയിന്റ് അൺഎക്സ്പ്ലെയിൻഡ് ബ്ലീഡിങ് മീൻസ് എന്താ പറയാ വിചാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബ്ലീഡിങ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പെർസിസ്റ്റന്റ് അൺഎക്സ്പ്ലെയിൻഡ് ഫീവർ ഓർ നൈറ്റ് സ്വെറ്റ്സ്. അതായത് നിരന്തരമായിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ തന്നെ വിവരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഫീവേഴ്സ്, പനി, അതുപോലെ തന്നെ നൈറ്റ് സ്വെറ്റ് മീൻസ് രാത്രിയിലുള്ള വിയർപ്പ്. ഓക്കെ, ഒന്നും കൂടി പറയാം. സൈൻസ് ആൻഡ് സിംറ്റം, ജനറൽ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് പറയുന്നത്. ഓക്കെ, ഇത് ക്യാൻസറിന്റെ ടൈപ്പ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇവിടെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഫാറ്റിക്, സെക്കൻഡ് വൺ ലംബ് ഓർ ഏരിയ ഓഫ് തിക്കനിങ് ദാറ്റ് ക്യാൻ ബി ഫെൽറ്റ് അണ്ടർ ദി സ്കിൻ. അതായത് മുഴ അല്ലെങ്കിൽ സ്കിന്നിന്റെ അടിയിൽ തടിപ്പ് ഫീൽ ചെയ്യുക. ദെൻ വെയിറ്റ് ചേഞ്ചസ് ഇൻക്ലൂഡിങ് അൺഇൻറ്റൻഡഡ് ലോസ് ഓർ ഗെയിൻ. അതായത് വെയിറ്റ് ചേഞ്ചസ് ഭാരത്തിൽ വ്യത്യാസം വരാം. അതായത് ഇൻക്ലൂഡിങ് അൺഇൻറ്റൻഡഡ് ലോസ് ഓർ ഗെയിൻ. അതായത് നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വെയിറ്റ് ലോസ് ആകാം, ഭാരം കുറയുന്നതാകാം അല്ലെങ്കിൽ ഭാരം കൂടുന്നതാകാം, വെയിറ്റ് ഗെയിൻ ആകാം. നെക്സ്റ്റ് പോയിന്റ് സ്കിൻ ചേഞ്ചസ് സച്ച് ആസ് യെല്ലോവിങ്, redness of the skin, sores that don't heal or changes to existing moles. അതായത് സ്കിന്നിൽ വ്യത്യാസം വരാം. ഒന്നെങ്കിൽ യെല്ലോ കളർ ആകാം, അല്ലെങ്കിൽ റെഡ്നെസ് ഓഫ് ദ മീൻസ് റെഡ് കളർ ആകാം സ്കിന്ന്, അല്ലെങ്കിൽ എന്താണ് സോഴ്സ് ദാറ്റ് ഡോണ്ട് ഹീൽ, മുറിവുകൾ ഉണങ്ങത്തില്ല. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മോൾസ് മീൻസ് പ്രസന്റ് ആയിട്ടുള്ള ഓൾറെഡി ഉള്ള മോൾസിൽ മീൻസ് മറുക്. ഓക്കെ, മറുകിലെല്ലാം വ്യത്യാസം വരാം. നെക്സ്റ്റ് പോയിന്റ് ചേഞ്ചസ് ഇൻ ബവൽ ഓർ ബ്ലാഡർ ഹാബിറ്റ്സ്. ബവൽ ബ്ലാഡർ ഹാബിറ്റ്സിലാണ് വ്യത്യാസം വരാം. മീൻസ് കോൺസ്റ്റിപ്പേഷൻ, ഡയേറിയ, യൂറിനറി ഇൻകോണ്ടിനൻസ്, പോളിയൂറിയ, ഓക്കെ, യൂറിനറി റിറ്റൻഷൻ, ഇതുപോലുള്ള ചേഞ്ചസ് ഒക്കെ വരാം. നെക്സ്റ്റ് പോയിന്റ് പെർസിസ്റ്റന്റ് കഫ് ഓർ ട്രബിൾ ബ്രീത്തിങ്. അതായത് നിരന്തരമായിട്ടുള്ള ചുമയോ അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ശ്വസനവും ഉണ്ടാകും. നെക്സ്റ്റ് പോയിന്റ് ഡിഫിക്കൽട്ട് സാലോവിങ് മീൻസ് വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. നെക്സ്റ്റ് പോയിന്റ് ഹോർസ്നെസ്, അതായത് തൊണ്ടയെടുപ്പ് അല്ലെങ്കിൽ പരുഷമായിട്ടുള്ള ശബ്ദം പ്രൊഡ്യൂസ് ആകും. നെക്സ്റ്റ് പോയിന്റ് പെർസിസ്റ്റന്റ് ഓർ അൺഎക്സ്പ്ലെയിൻഡ് മസിൽ ഓർ ജോയിന്റ് പെയിൻ. അതായത് നിരന്തരമായിട്ടും അതുപോലെ തന്നെ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള മസിൽ അല്ലെങ്കിൽ ജോയിന്റ് പെയിൻ ഉണ്ടാകും. നെക്സ്റ്റ് പോയിന്റ് അൺഎക്സ്പ്ലെയിൻഡ് ബ്ലീഡിങ്. നെക്സ്റ്റ് പോയിന്റ് പെർസിസ്റ്റന്റ് അൺഎക്സ്പ്ലെയിൻഡ് ഫീവേഴ്സ് ഓർ നൈറ്റ് സ്വെറ്റ്. ക്ലിയർ ആയോ? Is it clear? Okay, persistent, unexplained fever or night sweat. അതായത് നിരന്തരമായിട്ട് അതുപോലെ തന്നെ വിവരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പനി, അതുപോലെ തന്നെ നൈറ്റ് സ്വെറ്റ് രാത്രിയിലുള്ള വിയർപ്പ്. Is it clear? Clear ആയോ? Okay. Next heading കൊടുക്കാം. Stages of cancer. Stages of cancer. Okay, in that stage 1 early stage എന്ന് പറയും. Stage 1 early stage. Stage 1 എന്ന് കൊടുക്കാം, ഹൈഫൺ ഇട്ടിട്ട് early stage. Okay, in that underline ചെയ്തിട്ട് first point a small invasive mass or tumor has been found. A small invasive mass or tumor has been found. അതായത് ചെറുതും അതുപോലെ തന്നെ വളരുന്ന രീതിയിലും, ഇൻവസീവ് എന്ന് പറഞ്ഞാൽ വളരുന്ന രീതിയിലുമുള്ള മാസ് മീൻസ് മാസ് അല്ലെങ്കിൽ ട്യൂമർ, മുഴ, ഓക്കെ, അല്ലെങ്കിൽ ഒരു തടിപ്പ്, ഓക്കെ, നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. എ സ്മോൾ invasive mass or tumor has been found.
അതായത് ചെറുതും അതുപോലെ തന്നെ വളരുന്ന രീതിയിലുമുള്ള ഒരു മുഴ അല്ലെങ്കിൽ തടിപ്പ് കാണാൻ സാധിക്കും. Then second point, no spread to lymph nodes or other tissues. അതായത് ഇവിടെ ലിംഫ് നോഡിലോട്ടോ അതുപോലെ തന്നെ മറ്റു ടിഷ്യൂസിലോട്ടോ സ്പ്രെഡ് ആകുന്നില്ല. ഓക്കെ, ലിംഫ് നോഡ് എന്താന്ന് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഓക്കെ, ലിംഫ് നോഡിലോട്ടോ അതുപോലെ തന്നെ അതർ ടിഷ്യൂസിലോട്ടോ സ്പ്രെഡ് ആകുന്നില്ല. മീൻസ് പടർന്നു പിടിക്കുന്നില്ല എന്നുള്ള അർത്ഥം. ഇതാണ് സ്റ്റേജ് 1 ഏർലി സ്റ്റേജ്. സ്റ്റേജ് 1 ഏർലി സ്റ്റേജ് 2 പോയിന്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് പോയിന്റ്, എ സ്മോൾ ഇൻവസീവ് മാസ് ഓർ ട്യൂമർ ഹാസ് ബീൻ ഫൗണ്ട്. സെക്കൻഡ് പോയിന്റ്, നോ സ്പ്രെഡ് ടു ലിംഫ് നോഡ്സ് ഓർ അതർ ടിഷ്യൂസ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് 2. സ്റ്റേജ് 2 ഹൈഫൺ ഇട്ടിട്ട് ലോക്കലൈസ്ഡ്. ലോക്കലൈസ്ഡ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. സ്റ്റേജ് 2 ലോക്കലൈസ്ഡ്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, cancer has start to affect nearby tissue. Cancer has start to affect nearby tissue. അതായത് ഇവിടെ ക്യാൻസർ എന്താണ് അടുത്തുള്ള ടിഷ്യൂസുമായിട്ട് എന്താ പറയാ അടുത്തുള്ള കലകളെയൊക്കെ അഫക്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അടുത്തുള്ള കലകളെല്ലാം ബാധിക്കാൻ തുടങ്ങും. അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ക്യാൻസർ ഹാസ് സ്റ്റാർട്ടഡ് ടു അഫക്റ്റ് നിയർബൈ ടിഷ്യൂ. മീൻസ് അടുത്തിരിക്കുന്ന കലകളെയെല്ലാം അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. നെക്സ്റ്റ് പോയിന്റ്, മാസ് മേ ഹാവ് ഗ്രോൺ ഇൻ സൈസ്. ഇവിടെ എന്താണ് മാസ്, അതായത് ഈ ട്യൂമർ അത് അല്ലെങ്കിൽ അത് തടിപ്പ് അല്ലെങ്കിൽ ആ ഒരു മുഴ വളരുന്ന സൈസ് ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, മാസ് മേ ഹാവ് ഗ്രോൺ ഇൻ സൈസ് മീൻസ് വളർച്ചയുടെ ആ ഒരു സൈസ് നമുക്ക് കാണാം. നെക്സ്റ്റ് പോയിന്റ്, സ്പ്രെഡ് ടു ലിംഫ് നോഡ്സ് നിയർ ദ മാസ്. അതായത് ലിംഫ് നോഡ്സിലോട്ട് സ്പ്രെഡ് ചെയ്യും. നിയർ ദ മാസുമായിട്ട് അടുത്ത് കിടക്കുന്ന ലിംഫ് നോഡ്സിലോട്ട് സ്പ്രെഡ് ചെയ്യും. ഓക്കെ, സ്പ്രെഡ് ടു ലിംഫ് നോഡ്സ് നിയർ ദി മാസ്. ഓക്കെ, അതായത് മാസുമായിട്ട് അടുത്ത്, മാസ് അല്ലെങ്കിൽ ട്യൂമറുമായിട്ട് അടുത്ത് നിൽക്കുന്ന ലിംഫ് നോഡ്സിലോട്ട് സ്പ്രെഡ് ചെയ്യും. ഓക്കെ, ഒന്നുകൂടി പറയാം. സ്റ്റേജ് 2 ലോക്കലൈസ്ഡ്. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, ക്യാൻസർ ഹാസ് സ്റ്റാർട്ട് ടു അഫക്റ്റ് നിയർ ബൈ ടിഷ്യൂ. മീൻസ് ക്യാൻസർ അടുത്തുള്ള കലകളുമായിട്ട് കലകളെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. നെക്സ്റ്റ് പോയിന്റ്, മാസ് മേ ഹാവ് ഗ്രോൺ ഇൻ സൈസ്. അതായത് ഇവിടെയുള്ള മാസ് അല്ലെങ്കിൽ മുഴ വളരുന്ന ഒരു സൈസ് ആയിട്ടാണ് കാണാൻ സാധിക്കുക. നെക്സ്റ്റ് പോയിന്റ്, സ്പ്രെഡ് ടു ലിംഫ് നോഡ്സ് നിയർ ദി മാസ്. ലിംഫ് നോഡിലോട്ട് സ്പ്രെഡ് ചെയ്യും. അതായത് മാസിനോട് അടുത്ത് നിൽക്കുന്ന ലിംഫ് നോഡിലോട്ട് സ്പ്രെഡ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റേജ് 3. സ്റ്റേജ് 3 റീജിയണൽ സ്പ്രെഡ് എന്ന് പറയും. റീജിയണൽ സ്പ്രെഡ്. സ്റ്റേജ് 3 റീജിയണൽ സ്പ്രെഡ്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, ക്യാൻസർ അഫക്ട്സ് മോർ സറൗണ്ടിങ് ടിഷ്യൂ. അതായത് ക്യാൻസർ എന്ത് ചെയ്യാണ്, സറൗണ്ടിങ് ചുറ്റുമുള്ള കൂടുതൽ അളവിൽ ചുറ്റുമുള്ള ടിഷ്യൂസിനെല്ലാം അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. സ്റ്റേജ് 2 ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സ്റ്റേജ് 3 എന്താണ്, അടുത്തുള്ള ഒരുപാട് കലകളെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. ചുറ്റുമുള്ള, അതായത് മാസിന് ചുറ്റുമുള്ള ഒരുപാട് ടിഷ്യൂസിനെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ക്യാൻസർ അഫക്ട്സ് മോർ സറൗണ്ടിങ് ടിഷ്യൂ. നെക്സ്റ്റ് പോയിന്റ്, മാസ് മേ ഹാവ് ഗ്രോൺ ഇൻ സൈസ്. ഇവിടെയും മാസ് എന്താണ് വളരുന്ന സൈസിൽ തന്നെയാണ് ഉള്ളത്. നെക്സ്റ്റ് പോയിന്റ്, സ്പ്രെഡ് ടു ഡിസ്റ്റിങ്ക്ട് ലിംഫ് നോഡ്സ് അവേ ഫ്രം ദി മാസ്. അതായത് ഇവിടെ എന്താണ്, ലിംഫ് നോഡിൽ മീൻസ് മാസിൽ നിന്നും ദൂരെയുള്ള ലിംഫ് നോഡ്സിലോട്ട് സ്പ്രെഡ് ചെയ്യും. ഓക്കെ, മാസിൽ നിന്നും അല്ലെങ്കിൽ ട്യൂമറിൽ നിന്നും ദൂരോട്ട് ഉള്ള ലിംഫ് നോഡ്സിലോട്ട് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. ഒന്നുകൂടി പറയാം. സ്റ്റേജ് 3 റീജിയണൽ സ്പ്രെഡ്. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, ക്യാൻസർ അഫക്ട്സ് മോർ സറൗണ്ടിങ് ടിഷ്യൂ. അതായത് ക്യാൻസർ ഇവിടെ എന്താണ്, ചുറ്റുമുള്ള കൂടുതൽ ടിഷ്യൂസിനെ അഫക്ട് ചെയ്യാൻ തുടങ്ങും. നെക്സ്റ്റ് പോയിന്റ്, മാസ് മേ ഹാവ് ഗ്രോൺ ഇൻ സൈസ്. ഇവിടെയും മാസ് എന്താണ് വളർന്നുകൊണ്ടിരിക്കുന്ന സൈസ് തന്നെയാണുള്ളത്. ദെൻ സ്പ്രെഡ് ടു ഡിസ്റ്റിങ്ക്ട് ലിംഫ് നോഡ്സ് അവേ ഫ്രം ദി മാസ്. അതായത് മാസിൽ നിന്നും അകന്നുള്ള ലിംഫ് നോഡ്സിലോട്ട്, ദൂരെ കാണപ്പെടുന്ന ലിംഫ് നോഡ്സിലോട്ടും ഇത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് 4. സ്റ്റേജ് 4 ഡിസ്റ്റന്റ് സ്പ്രെഡ് എന്ന് പറയും. സ്റ്റേജ് 4 distant spread. Okay, in that first point, cancer has spread to other tissues or organs beyond the region
where it is originated. അതായത് ഇവിടെ ക്യാൻസർ എന്താണ് ടിഷ്യൂസിലോട്ടും അതുപോലെ തന്നെ അവയവങ്ങളിലോട്ടും സ്പ്രെഡ് ആകുന്നുണ്ട്. അതായത് എവിടെയാണോ ഒറിജിനേറ്റ് ചെയ്തത്, എവിടെയാണോ ഉത്ഭവിച്ചത് അതിൽ നിന്നും ദൂരെയായിട്ട്, ഓക്കെ, ബിയോണ്ട് റീജിയൻ വേർ ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ്. അതായത് എവിടെയാണോ ക്യാൻസർ അല്ലെങ്കിൽ ആ ഒരു മുഴ ഒറിജിനേറ്റ് ചെയ്ത് ഉത്ഭവിച്ച് അതിൽ നിന്നും ദൂരേക്കുള്ള കലകളിലോട്ടും അതുപോലെ തന്നെ അവയവങ്ങളിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്യും. അതാണ് ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ക്യാൻസർ ഹാസ് സ്പ്രെഡ് ടു other tissues or organs beyond the region where it originated. Next point, sometimes called advanced or metastatic cancer. ഈ സ്റ്റേജിനെയാണ് അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ എന്ന് പറയുന്നത്. സംടൈംസ് കോൾഡ് അഡ്വാൻസ്ഡ് ഓർ മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ. അതായത് ഈ ഒരു ക്യാൻസറിനെയാണ്, ഈ ഒരു സ്റ്റേജിനെയാണ് അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ എന്ന് പറയുന്നത്. ഇവിടെ പറയാം ഡിസ്റ്റന്റ് സ്പ്രെഡ് ആണ് സ്റ്റേജ് 4. ഡിസ്റ്റന്റ് സ്പ്രെഡ് ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് ക്യാൻസർ ഹാസ് സ്പ്രെഡ് ടു അതർ ടിഷ്യൂസ് ഓർ ഓർഗൻസ് ബിയോണ്ട് ദി റീജിയൻ വെയർ ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ്. അതായത് ഉത്ഭവിച്ച ആ ഒരു കേന്ദ്രത്തിൽ നിന്നും അകന്നുള്ള കലകളിലോട്ടും അതുപോലെ തന്നെ അവയവങ്ങളിലോട്ടൊക്കെ ക്യാൻസർ സ്പ്രെഡ് ആകും. ദെൻ നെക്സ്റ്റ് പോയിന്റ് സംടൈംസ് കോൾഡ് അഡ്വാൻസ്ഡ് ഓർ മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ. ഈ ഒരു സ്റ്റേജിനെ തന്നെയാണ് അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ എന്ന് പറയുന്നത്. നമ്മൾ പറയാം സ്റ്റേജസ് ഓഫ് ക്യാൻസർ 4 സ്റ്റേജസ് ആണുള്ളത്. ഇൻ ദാറ്റ് സ്റ്റേജ് 1 ഏർലി സ്റ്റേജ്, സ്റ്റേജ് 2 ലോക്കലൈസ്ഡ്, സ്റ്റേജ് 3 റീജിയണൽ സ്പ്രെഡ് ആൻഡ് സ്റ്റേജ് 4 ഡിസ്റ്റന്റ് സ്പ്രെഡ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് സബ് ഹെഡിങ് ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് രോഗനിർണയം. ഓക്കെ, എങ്ങനെയെല്ലാമാണ് ഇതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ എക്സ്റേ എക്സാമിനേഷൻ. എക്സ്റേ എക്സാമിനേഷൻ, എക്സ്റേ എക്സാമിനേഷനോടെ കണ്ടുപിടിക്കാം. ദെൻ സെക്കൻഡ് വൺ സൈറ്റോളജി സ്റ്റഡീസ്. സൈറ്റോളജി സ്റ്റഡീസ്. നെക്സ്റ്റ് പോയിന്റ് MRI. MRI. Next point mammography. Mammography. Next point ultrasonography. ഈ മാമോഗ്രാഫി ഓൺലി ഫോർ ബ്രസ്റ്റ് ക്യാൻസർ ആണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ബാക്കിയൊക്കെ എല്ലാ ക്യാൻസറിനും ക്യാൻസറിന്റെ ഡയഗ്നോസിസ് ആണ്. മാമോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിന് ഉള്ള ഒരു ഡയഗ്നോസിസ് ആണ് മാമോഗ്രാഫി. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് അൾട്രാസോണോഗ്രാഫി. നെക്സ്റ്റ് സ്പ്യൂട്ടം അനാലിസിസ്. നെക്സ്റ്റ് സ്റ്റൂൾ അനാലിസിസ്. നെക്സ്റ്റ് ബയോപ്സി. നെക്സ്റ്റ് ബയോപ്സി. ഒന്നുകൂടി പറയാം ഡയഗ്നോസിസ്. ഫസ്റ്റ് വൺ എക്സ്റേ എക്സാമിനേഷൻ, സെക്കൻഡ് വൺ സൈറ്റോളജി സ്റ്റഡീസ്, തേർഡ് വൺ MRI, നെക്സ്റ്റ് വൺ മാമോഗ്രാഫി, നെക്സ്റ്റ് വൺ അൾട്രാസോണോഗ്രാഫി, നെക്സ്റ്റ് വൺ സ്പ്യൂട്ടം അനാലിസിസ്, നെക്സ്റ്റ് വൺ സ്റ്റൂൾ അനാലിസിസ്, നെക്സ്റ്റ് വൺ ബയോപ്സി. Is it clear? Clear ആയോ? ഓക്കെ, അടുത്തൊരു സബ് ഹെഡിങ് എടുക്കാം എക്സാമ്പിൾസ് ഓഫ് ക്യാൻസർ. എക്സാമ്പിൾസ് ഓഫ് ക്യാൻസർ. ഓക്കെ, അതായത് ക്യാൻസറിനുള്ള എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ലങ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, കോളൻ ഓർ റെക്ടൽ ക്യാൻസർ. colon or rectal cancer, uterine cancer, prostate cancer, bladder cancer, laryngeal cancer. Laryngeal cancer. ഒന്നുകൂടി പറയാം. ലങ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, കോളൻ ഓർ റെക്ടൽ ക്യാൻസർ, then uterine cancer, then prostate cancer, then bladder cancer, then laryngeal cancer.
ഓക്കെ. ഇത്രയാണ് ക്യാൻസർ. ഇനി കീമോതെറാപ്പി ഡ്രഗ്സിനെ കുറിച്ചൊക്കെയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ആസ്ക് ക്വസ്റ്റ്യൻ. എനി ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നടുത്ത സെക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഐ ആസ്ക് ക്വസ്റ്റ്യൻ. അതുല്യ, എന്താണ് കീമോതെറാപ്പി? എന്താണ് കീമോതെറാപ്പി? വാട്ട് യു മീൻ ബൈ കീമോതെറാപ്പി? അതുല്യ, ക്വസ്റ്റ്യൻ കേട്ടോ? കീമോതെറാപ്പി, കീമോതെറാപ്പി അതിൽ പറഞ്ഞത് ക്യാൻസർ അല്ലേ? എന്താ അതിന് മനസ്സിലായ? കീമോതെറാപ്പി എന്ന് പറഞ്ഞ ഡിസീസ് ആണോ അതില്ല? കഴിഞ്ഞ വർഷം ഓൾറെഡി കീമോതെറാപ്പി എന്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കീമോതെറാപ്പി ആ ഡിസീസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഡിസീസിനെ കെമിക്കൽ സബ്സ്റ്റൻസസ് ഉപയോഗിച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ക്യാൻസറിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റിസാന, okay, what do you mean by cancer? Okay, good. Shihana, okay, what are the causes? Mm. Okay. Nishana, okay, what are the general signs and symptoms? Okay, good. Alina, stage 1 പറ. Okay. Husna, stage 2 പറ. Okay. Sona, stage 3 പറ. Okay. Shamna, stage 4 പറ. Metastatic cancer. Okay. Okay, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ? എനി ഡൗട്ട്? ഓക്കെ, ഓക്കെ, താങ്ക് യു.